അനിഴം അനിഴം നക്ഷത്രക്കാർ പൊതുവെ അഗാധമായ കഴിവും താത്വികമായിട്ടുള്ള ചിന്താഗതിയുള്ളവരുമായിരിക്കും. ഇവർക്ക് പ്രകൃതിയോടും ചോദ്യം ചെയ്യുന്ന ചിന്താജീവിതത്തോടും ഇവർക്ക് വളരെ താല്പര്യം കൂടുതലായിരിക്കും. അഴുക്ക് ചൂടാതെ വ്യക്തതയോടെ സംസാരിക്കുന്നവരായിരിക്കും ഇവർ ഗംഭീരമായിട്ടുള്ള ആലോചനയും സാങ്കേതിക വിദ്യയിലും ആത്മീയതയിലും വളരെ താല്പര്യം കൂടുതലായിരിക്കും ഇവർക്ക്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവരുടെ മനസ്സിലേക്ക് എത്തുകയുമുള്ളൂ. ഇവരുടെ ഭാവി ശാസ്ത്രം, തത്വചിന്ത, IT, ആസ്ട്രോളജി, മെഡിക്കൽ റിസർച്ച് എന്നിവയിൽ ഇവർക്ക് വളർച്ച നേടാൻ പറ്റും. അതുമാത്രമല്ല ഇവർക്ക് ബിസിനസ്സിലും നല്ല വളർച്ച നേടാൻ പറ്റും. വിവാഹപ്പൊരുത്തം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ബന്ധം ചേരാൻ പറ്റാവുന്ന നക്ഷത്രം ചോതി, തൃക്കേട്ട, അശ്വതി. ഈ 3 നാളുകാരുമായിട്ടാണ് ഇവർക്ക് വിവാഹപ്പൊരുത്തം ഉണ്ടാവുക. കാരണം ഓർമ്മശക്തിയുള്ള, ബുദ്ധിയുള്ള, സമപരമായിട്ട് ചിന്താഗതിയുള്ളവരുമായിട്ട് ഇവർക്ക് ആകർഷണം വളരെ കൂടുതലാണ്. അതുമാത്രമല്ല വിലപ്പെട്ട സംസാരം, സത്യസന്ധത, സ്നേഹത്തിൽ ആഴം എന്നിവയെല്ലാം ഇവരെ കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യും. ഇവരുടെ മനസ്സിനെ ഉണർത്താറുമുണ്ട്. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല, ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആസ്ട്രോയിൽ ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് പേരെടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം 10 പേരിൽ 8 പേരും അത് ശരിയായിട്ട് തന്നെ വന്നു. അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി. ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാനിത് പറയുന്നത്. ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്.